ഹായ്. അപ്പോൾ അങ്ങനെ നമ്മളിന്ന് നമ്മളുടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ വന്നേക്കാണ്. വന്നു കഴിഞ്ഞപ്പോൾ എന്താ 9 മണി കഴിഞ്ഞപ്പോൾ വന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയേക്കുന്ന ചീട്ട് എത്രയാണെന്ന് ഞാൻ പറയാം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഈ ക്യൂ ഒക്കെ ഒന്ന് നോക്ക്. ഞാൻ ആദ്യമായിട്ടാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ OP വിഭാഗത്തിൽ പോയേക്കുന്നത്. നല്ല അടിപൊളിയാണ് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെല്ലുമ്പോൾ തന്നെ ടോക്കൺ എടുക്കാതെ കഴിഞ്ഞിട്ട് അത് ടോക്കൺ നമ്പർ വിളിക്കും. അതനുസരിച്ച് നമ്മൾ ചെന്ന് തിക്കോ തിരക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ടോക്കൺ അനുസരിച്ച് ചെന്ന് നമ്മളുടെ ചീട്ട് ഫോൺ നമ്പർ പറഞ്ഞു കൊടുത്ത് നമുക്ക് കറക്റ്റായിട്ട് വാങ്ങാം. കണ്ടോ, 382ാമത്തെ ചീട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. നമ്മൾ ചീട്ട് എടുക്കാൻ ചെല്ലുമ്പോൾ 192ാമത്തെ ചീട്ട് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് ആദ്യം ടോക്കൺ തരും, അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് നമുക്ക് ഡോക്ടറെ കാണാനുള്ള ചീട്ട് എടുക്കാൻ പറ്റുന്നത്. അങ്ങനെ നമ്മൾ വൈകുന്നേരം രാവിലെ 9 മണിക്ക് പോയിട്ട് വൈകുന്നേരം 5 മണിയായപ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയത്. വന്ന് തിരിച്ച് വന്ന വഴിക്ക് കറി വയ്ക്കാൻ മീൻ മേടിക്കാൻ കയറിയതായിരുന്നു. അപ്പോൾ അത് കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ചിക്കൻ വാങ്ങി അങ്ങനെ വീട്ടിൽ വന്നു, ചായ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ചിക്കൻ കറിയൊക്കെ ഇവിടെ ഉണ്ടാക്കുവാണ്. ചിക്കൻ കറി സാധാരണ ഉണ്ടാക്കുന്നത് പോലെ നമ്മൾ ഉണ്ടാക്കുന്നു. സവാള ആദ്യം അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ട് പൊടികളെല്ലാം ഇട്ട് അങ്ങനെ സാധാ ഒരു ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അതിൽ നമ്മൾ വറുത്തൊന്നും വെച്ചൊന്നുമില്ല. കാരണം സമയം ഒരു 9 മണി ആവാറായി. 9 മണി കഴിഞ്ഞായിരുന്നു കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ. അങ്ങനെ കറി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ചോറുണ്ടാകുന്ന ഓർത്താണ് ആദ്യം ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതും ഇത് പറഞ്ഞു, പുട്ടുണ്ടാക്കി തരാമോ അമ്മയെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് എന്നാൽ പുട്ടുണ്ടാക്കാമെന്ന് ഓർത്ത് പുട്ടും കൂടെ ഉണ്ടാക്കി കേട്ടോ. ചിക്കൻ കറി കൂടുതൽ ആർഭാടങ്ങളൊന്നും ഇല്ലാണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. എന്നാലും തരക്കേടില്ലാണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് വേഗം കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചായയൊക്കെ കുടിച്ച് ചായയല്ല പിന്നെ പുട്ടും ചിക്കനും എല്ലാം കഴിച്ച് അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങോട്ട് തീർന്നങ്ങോട്ട് പോയി. ഈ മെഡിക്കൽ കോളേജിൽ പോയിട്ട് നമുക്ക് ഒത്തിരി ഉപകാരങ്ങളുണ്ടായിട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർമാരൊക്കെ നല്ല സഹകരണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അമ്പടീനെ ആദ്യം എക്സ്റേ എടുക്കാൻ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, പിന്നെ MRI എടുക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു. പക്ഷേ MRI ഒക്കെ എടുത്ത് വന്നപ്പോഴത്തേക്കും വൈകുന്നേരം ആയിരുന്നു. സമയം 5 മണിയൊക്കെ ആവാറായി. അപ്പോഴത്തേക്കും ഡോക്ടർമാർ 1.5 മണിക്ക് പോകുമല്ലോ. പിന്നെ അടുത്ത ദിവസം വന്ന് കാണാൻ പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ വരണമെന്ന് പറഞ്ഞു. എമർജൻസി ആയിട്ട് MRI എടുക്കാൻ തന്നതുകൊണ്ട് മാത്രമാണ് MRI എടുക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ ഇന്ന് എടുക്കാൻ പറ്റില്ലായിരുന്നു. ഡെയിലി ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ സ്മൂത്തായിട്ട് എല്ലാ കാര്യങ്ങളും ഒന്നങ്ങനെ നീങ്ങി. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മെഡിക്കൽ കോളേജ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യാഷ് കൊടുക്കണ്ട കേട്ടോ. അത് നല്ലൊരു കാര്യമാണ്. കാരണം പറഞ്ഞാൽ കുട്ടികൾക്കാണ് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടാവുക. കുട്ടികളെയും കൊണ്ട് ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ക്യൂ നിൽക്കണം, കാര്യങ്ങളും കുറച്ച് നടക്കുകയൊക്കെ ചെയ്യണം. എന്നിരുന്നാലും മെഡിക്കൽ കോളേജിൽ പോയിട്ടുണ്ട്. എനിക്ക് ഡോക്ടർമാരും ഉണ്ട്, മരുന്നും ഉണ്ട്. പിന്നെ നമുക്ക് ചെയ്യുന്ന ടെസ്റ്റുകൾക്കും കാര്യങ്ങൾക്കും ഒന്നും ക്യാഷ് കൊടുക്കണ്ട. ഇന്ന് വേറൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് ഞങ്ങളിന്ന് പോയിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 10,000 രൂപ മേലെ എന്തായാലും ആകുമായിരുന്നു. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങിക്കോട്ടോ. ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ.